students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 18th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about the topic credit creation, and in this lecture, we are going to continue with the same topic, that is credit creation. ക്രെഡിറ്റ് ക്രിയേഷനിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ വേരിയസ് വേസ് ഓഫ് ക്രിയേറ്റിംഗ് മണി വരെ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ടോപ്പിക് ലോൺസ് ക്രിയേറ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റ് ലോൺസ്. അതായത് ലോൺസ് ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ഡെപ്പോസിറ്റ്സ് ലോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. According to Hartley Withers, loans make deposits, that is, loans and advances creates new deposits. ഹാർട്ട്ലി വിതേഴ്സ് ഒരു എക്കണോമിസ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ഹിം, ലോൺസ് മേക്ക് ഡെപ്പോസിറ്റ്സ്, അതായത് ലോൺസും അഡ്വാൻസസും ന്യൂ ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. വെൻ എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ഓർ ക്യാഷ് ക്രെഡിറ്റ് ഇസ് ഗ്രാൻറ്റഡ് ടു എ ബോറോവർ, ദ എമൗണ്ട് സാങ്ഷൻഡ് ബൈ ദ ബാങ്കർ ഇസ് ക്രെഡിറ്റഡ് ടു ദ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ദി ബോറോവർ. അതായത് ഒരു ലോൺ അല്ലെങ്കിൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രെഡിറ്റ് ഒരു ബോറോവർക്ക് ഗ്രാൻറ്റ് ചെയ്യുമ്പോൾ ബാങ്കർ സാങ്ഷൻ ചെയ്യുന്ന എമൗണ്ട് ഈ ബോറോവറിൻ്റെ നെയിമിൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. Therefore, one is right in saying that all forms of advances create deposits or deposits are the children of loan. ഇവിടെ ബോറോവറിൻ്റെ നെയിമിൽ ഒരു ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലോണായിട്ടോ അഡ്വാൻസ് ആയിട്ടോ നൽകുന്ന ആ ഒരു എമൗണ്ട് ബോറോവറിൻ്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റായിട്ട് മാറുകയാണ്. സോ ഓൾ ഫോംസ് ഓഫ് അഡ്വാൻസസ്, എല്ലാ ടൈപ്സ് ഓഫ് അഡ്വാൻസസും ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ആർ ദ ചിൽഡ്രൻ ഓഫ് ലോൺ. ഇറ്റ് ഈസ് എ റൈറ്റ് സീയിങ്. Just as loans create deposits, primary deposits also create loans. A bank can advance money in various forms only it has cash or primary deposit in its hands. Various forms of advances are made possible by the primary deposits in the hands of a bank. അതായത് ലോൺസ് ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നതുപോലെ തന്നെ പ്രൈമറി ഡെപ്പോസിറ്റ്സ് ലോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബാങ്കിന് വേരിയസ് ഫോംസിൽ മണി അഡ്വാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് ക്യാഷോ പ്രൈമറി ഡെപ്പോസിറ്റ്സോ ഉണ്ടായിരിക്കണം. വേരിയസ് ഫോംസ് ഓഫ് അഡ്വാൻസസ്, അതായത് ബാങ്ക് നൽകുന്ന വേരിയസ് ഫോംസ് ഓഫ് അഡ്വാൻസസ് ക്യാഷോ ബാങ്ക് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത പ്രൈമറി ഡെപ്പോസിറ്റ്സോ യൂസ് ചെയ്തുകൊണ്ടാണ് നൽകുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റ് ലോൺസ് ഓർ ലോൺസ് ആർ ചിൽഡ്രൻ ഓഫ് ഡെപ്പോസിറ്റ്സ് ഇസ് ആപ്റ്റ്. അപ്പോൾ ഡെപ്പോസിറ്റ്സ് ലോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോൺസ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ആപ്റ്റ് ആണ്, സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് ഇസ് ടെക്നിക് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റ്സ് ലോൺസ് ആൻഡ് ലോൺസ് ക്രിയേറ്റ്സ് ഡെപ്പോസിറ്റ്സ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ഡെപ്പോസിറ്റ്സ് ലോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ലോൺസ് ഡെപ്പോസിറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എ ബാങ്ക് ക്യാൻ അഡ്വാൻസ് മണി ഇൻ വേരിയസ് ഫോംസ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ക്യാഷ് ഓർ പ്രൈമറി ഡെപ്പോസിറ്റ്സ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ദസ് ദ വേരിയസ് ഫോംസ് ഓഫ് അഡ്വാൻസസ് ആർ മെയ്ഡ് പോസിബിൾ ബൈ ദ പ്രൈമറി ഡെപ്പോസിറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ബാങ്ക്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ബാങ്കിൻ്റെ കയ്യിലുള്ള ക്യാഷ് അല്ലെങ്കിൽ അത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത പ്രൈമറി ഡെപ്പോസിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് വേരിയസ് ഫോംസിൽ ബാങ്ക് മണി അഡ്വാൻസ് ചെയ്യുന്നത്. ആൻഡ് വേരിയസ് ഫോംസ് ഓഫ് അഡ്വാൻസസ് ഈ പറഞ്ഞ ബാങ്കിൻ്റെ കയ്യിലുള്ള പ്രൈമറി ഡെപ്പോസിറ്റ്സ് യൂസ് ചെയ്താണ് നൽകുന്നത്. The process of credit creation is based on certain assumptions which are as follows. അതായത് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ പ്രോസസ്സ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൺ അസംഷൻസ്. എന്തൊക്കെ അസംഷൻസിൻ്റെ ബേസിസിലാണ് പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ is there are a number of banks in the country, hence the amount borrowed from one bank reaches to some other banks as deposits. അതായത് നമ്മുടെ രാജ്യത്ത് there are a number of banks, അതായത് കൂടുതൽ ബാങ്ക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിൽ നിന്നും ബോറോ ചെയ്യുന്ന എമൗണ്ട് മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് എത്തിച്ചേരും. ഇതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ is there is no leakage. The amount lent is deposited in the same bank or with some other bank. അതായത് ലീക്കേജ് ഒന്നും തന്നെ ഇല്ല. ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ എമൗണ്ട് ഓഫ് മണി ലീക്ക് ആകുന്നില്ല. ലെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണി സെയിം ബാങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. തേർഡ് വൺ is all banks keep the same percentage of cash reserves. അതായത് എല്ലാ ബാങ്ക്സും സെയിം പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് റിസർവ്സ് ആണ് കീപ്പ് ചെയ്യുന്നത്. അതായത്
ബാങ്ക്സ് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സിൻ്റെ 1% ക്യാഷ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഈ ക്യാഷ് റിസർവ് എല്ലാ ബാങ്ക്സും സെയിം പെർസെൻറ്റേജിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയുമാണ് പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ അസംഷൻസ്. ഓക്കെ, the balance portion of credit creation will be discussed in the coming lectures. Thank you.